പണ്ട് പണ്ട് അതിമനോഹരമായ ഒരു വലിയ കുളമുണ്ടായിരുന്നു. തെളിഞ്ഞ വെള്ളവും നിറയെ മീനുകളുമുള്ള ആ കുളത്തിന്റെ കരയിൽ വയസ്സായ ഒരു കൊക്ക് താമസിച്ചിരുന്നു. പാവം. പ്രായമായതുകൊണ്ട് അവന് പഴയതുപോലെ മീനുകളെ വേട്ടയാടി പിടിക്കാൻ തീരെ വയ്യ. വിശന്നു വലഞ്ഞ കൊക്ക് ഒടുവിലൊരു ഉപായം കണ്ടെത്തി. അവൻ കുളക്കരയിൽ വളരെ സങ്കടത്തോടെ കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് ഒറ്റക്കാലിൽ നിന്നു. ഹേ കൊക്കണ്ണ, എന്താ പതിവില്ലാത്തൊരു സങ്കടം? സാധാരണ ഞങ്ങളെ പിടിക്കാൻ ഓടിക്കാറുള്ളതാണല്ലോ. ഇന്നെന്താ ആഹാരമൊന്നു വേണ്ടേ? എന്റെ പൊന്നു ഞണ്ടേ, എനിക്ക് വിശപ്പുണ്ടെങ്കിലും ഭക്ഷണം ഇറങ്ങുന്നില്ല. ഞാനിന്നൊരു ഭയങ്കര വാർത്തയറിഞ്ഞു. അതാണെന്നെ വേദനിപ്പിക്കുന്നത്. എന്താണ് ആ വാർത്ത? ഞങ്ങളോട് പറയൂ. ജ്യോത്സ്യന്മാർ പറയുന്നത് ഈ വർഷം വലിയ വരൾച്ച ഉണ്ടാകുമെന്നാണ്. മഴ പെയ്യത്തില്ലത്രേ. ഈ കുളം ഉടനെ വറ്റിപ്പോകും. എന്റെ കൺമുന്നിൽ വെച്ച് നിങ്ങളെല്ലാവരും ചത്തുപോകുന്നത് കാണാൻ എനിക്ക് വയ്യ. അതാണെനിക്ക് സങ്കടം. അയ്യോ, ഞങ്ങൾ ചത്തുപോകുമോ? കൊക്കമ്മാവാ, ഞങ്ങളെ രക്ഷിക്കണം. എന്തെങ്കിലും വഴിയുണ്ടോ? പേടിക്കണ്ട മക്കളെ. ഇവിടെ അടുത്തായി വലിയൊരു തടാകമുണ്ട്. എത്ര വലിയ വേനലിലും അവിടെ വെള്ളം വറ്റില്ല. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഓരോരുത്തരെയായി ഞാൻ അവിടെ എത്തിക്കാം. ഞങ്ങളെ കൊണ്ടുപോകൂ, ഞങ്ങളെ രക്ഷിക്കൂ. പാവം മീനുകൾ കൊക്കിന്റെ ചതി തിരിച്ചറിഞ്ഞില്ല. അവർ അവനെ വിശ്വസിച്ചു. കൊക്ക് ഓരോ ദിവസവും ഓരോ മീനിനെയും കൊണ്ട് പറന്നുയർന്നു. എന്നാൽ അവൻ അവയെ തടാകത്തിൽ കൊണ്ടുപോകുന്നതിന് പകരം ദൂരെയുള്ള ഒരു പാറപ്പുറത്ത് കൊണ്ടുപോയി ആർത്തിയോടെ തിന്നുമായിരുന്നു. ഇത് തുടർന്നു. എന്തു മണ്ടന്മാരാണ് ഈ മീനുകൾ! വയസ്സുകാലത്ത് അധ്വാനിക്കാതെ വയറു നിറയ്ക്കാൻ ഇതിലും നല്ല വഴി വേറെയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞണ്ടിന്റെ ഊഴമെത്തി. കൊക്കണ്ണ, ഇന്ന് എന്നെ കൊണ്ട് പോകൂ. എനിക്കും രക്ഷപ്പെടണം. ശരിയാണ്, എന്നും മീനല്ലേ. ഇന്നൊരു മാറ്റത്തിന് ഞണ്ടിറച്ചിയാവാം. കൊക്കണ്ണ, ആ തടാകം എവിടെ? താഴെ ആ പാറപ്പുറത്ത് നിറയെ മീൻമുള്ളുകൾ കാണുന്നല്ലോ. തടാകമോ? തടാകമൊക്കെ എന്റെ വയറ്റിലാണ്. നിന്നെയും ഞാനിപ്പോൾ തിന്നും. നിന്റെ അന്ത്യം അടുത്തു കഴിഞ്ഞു. ഓഹോ, അപ്പോ ഇതായിരുന്നു നിന്റെ പരിപാടിയല്ലേ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഞണ്ട് തന്റെ ബലമുള്ള കൈകൊണ്ട് കൊക്കിന്റെ കഴുത്തിൽ ആഞ്ഞൊന്നു മുറുക്കി. അങ്ങനെ ധീരനായ ഞണ്ട് കൊക്കിനെ കീഴ്പ്പെടുത്തി. ചതിക്കുന്നവർക്ക് തക്കതായ ശിക്ഷ കിട്ടും. ഞണ്ട് സാവധാനം പഴയ കുളത്തിലേക്ക് മടങ്ങിച്ചെന്ന് മറ്റു മീനുകളോട് സത്യം പറഞ്ഞു. ബുദ്ധിപൂർവം പ്രവർത്തിച്ചാൽ ഏതാപത്തിൽ നിന്നും രക്ഷപ്പെടാം എന്ന് എല്ലാവർക്കും മനസ്സിലായി.